ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കണ്ണൂർ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവാണ്. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇത് ഏട്ടൻ്റെ തന്നെ വണ്ടിയാണ്, പക്ഷേ കുറേ നാളായിട്ട് കട്ടപ്പുറത്തായിരുന്നു. നമ്മളെ രണ്ടാളുടെയും ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. നമ്മൾ റിലേഷനിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വണ്ടിയിലാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇതിൽ കയറിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു നമുക്ക് രണ്ടാൾക്കും. അവിടെ കയറി 70 രൂപയായിരുന്നു ടിക്കറ്റിന്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു മയിലിനെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ. കഴിഞ്ഞ വർഷത്തെ ഫ്ലവർ ഷോന് അരയന്നെ ആയിരുന്നു. നമ്മൾ രണ്ടാളും ചെടിയും പൂവും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ നമുക്ക് രണ്ടാൾക്കും ഒരേപോലെ താല്പര്യമാണ്. പക്ഷെ ഇത്തവണ പോയിട്ട് എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കണ്ടില്ല എന്നത് വേറെ കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഉള്ളിൽ കയറി താഴെ ഇറക്കിയപ്പോൾ തൊട്ട് മോൾ ഒരേ ഓട്ടമായിരുന്നു. അവളെ നോക്കുന്നതിനിടയിൽ പൂവും ചെടിയൊന്നും കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അവൾ ഹാപ്പിയായിരുന്നു. പോയി തിരിച്ചെത്തുന്നത് വരെ അതിനുള്ളിൽ കിടന്ന് ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. ഏട്ടൻ മോളെ നോക്കുന്നതിനിടയിൽ പറ്റുന്ന പോലൊക്കെ ഞാൻ ചെടികളൊക്കെ നോക്കി. ഈ ഒരു വൈറ്റ് കളർ പീസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഏറ്റവും ചെറിയ ചെടിക്ക് തന്നെ 250 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അതുകൊണ്ട് വാങ്ങിച്ചില്ല. മോൾ അവിടെ കാണുന്ന ഓരോ ചെടിയും പൂക്കളൊക്കെ നോക്കി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മോളെ നമ്മൾ അവിടെ വെച്ച് കണ്ടതാണ്. ആൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. രണ്ടുപേരും മുന്നേ പരിചയമുള്ള ആൾക്കാരെ പോലെ പരസ്പരം അവരുടേതായ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു പോപ്കോൺ വാങ്ങിച്ചു കൊടുത്ത് ആൾ അതും കൊണ്ട് നടത്തുപോയി. അവിടെ തന്നെ കുറേ പഴയ സ്വീറ്റ്സൊക്കെ വിട്ടുന്ന ഷോപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ വാങ്ങിച്ചാണ് ആ ഒരു കറുത്ത എള്ളുണ്ട. പിന്നെ നല്ലൊരു ചൂട് ചായയും കോളിഫ്ലവർ ബജ്ജിയും ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ നടന്ന് ചുറ്റി കണ്ട ശേഷമാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ അത് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, മോളുടെ ഓട്ടം കാരണം ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അവിടെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു തീവണ്ടി കണ്ടിട്ടാണ് ആൾ ഇത്ര എക്സൈറ്റ്മെൻറ്റോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കയറണമെന്ന്. ഏട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ അതിൽ കൂടി കയറാമെന്ന്. നേരെ അങ്ങോട്ടേക്ക് പോയി. അതിൽ കയറിയപ്പോൾ തൊട്ടും ഭാവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാറോ അതൊന്നും ആസ്വദിക്കാനുള്ളൊരു സ്പേസോ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മോളുടെ കൂടെ ഞാനും ഇതൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ തിരിച്ചു പോരാൻ നേരത്തൊരു 3-4 ചെറിയ ചെടികളും വാങ്ങിച്ചിട്ട് നമ്മളിങ്ങ് പോന്നു. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം 7 മണിയായി.